അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാം. പല ആളുകൾക്കും ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് സ്നേഹമില്ല എന്ന പരാതി, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, പരിഗണിക്കുന്നില്ല എന്ന പരാതികൾ. അത്തരത്തിലുള്ള പരാതികൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത്. എന്തെല്ലാമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാവാൻ നാം ചെയ്യേണ്ടത്? ഈ വീഡിയോയുടെ അവസാനം ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം വർദ്ധിക്കാനുള്ള ദിക്റുകൾ പറയുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്ന് അർത്ഥം വെക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതമാണ് കുടുംബജീവിതം എന്ന് നിർവചനം പറയുന്നവരുണ്ട്. ഏതായാലും സന്തോഷകരമായാൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നതും ദുഃഖകരമാണെങ്കിൽ വളരെയധികം ദുഃഖങ്ങൾ സമ്മാനിക്കുന്നതുമാണ് കുടുംബജീവിതം. സന്തോഷകരവും വിജയവും ആക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗവും കൂടിയാണ് കുടുംബജീവിതം. അതിന് നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ നാം ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ വളരെ സന്തോഷകരവും വിജയകരവും ആക്കി മാറ്റാൻ സാധിക്കും. പല ആളുകളും എന്നോട് പറയാറുണ്ട്, കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ക്ലാസ് വേണം, അത്യാവശ്യമാണ്, അധികം വൈകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. എന്തെല്ലാമാണ് നാം കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്? യഥാർത്ഥത്തിൽ വളരെയധികം ത്യാഗങ്ങളുള്ള, വളരെയധികം റിസ്ക് എടുത്ത് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. ചെയ്യുന്നവർക്കും അത് സ്ഥിരമായി ശ്രദ്ധിക്കുന്നവർക്കും അത് റിസ്ക് അല്ലെങ്കിലും വളരെ മനപ്രയാസമുള്ള, മാനസികമായി പരസ്പരം രണ്ട് ധ്രുവങ്ങളായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഫസ്റ്റ് സമയങ്ങളിൽ ചെറിയ റിസ്ക് എടുക്കേണ്ടി വരും. എന്നാലും കുറച്ച് ത്യാഗങ്ങളെല്ലാം സഹിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് കുടുംബജീവിതം. പല ആളുകളുടെയും മനസ്സിൽ കാണുന്ന ദാമ്പത്യ ജീവിതം, അവർ കാണുന്ന സ്വപ്നങ്ങൾ, വൈവാഹിക ജീവിതത്തിൻ്റെ മുൻപ് വിവാഹം കഴിച്ചാൽ അത് വളരെ ഹാപ്പി ആയിരിക്കും, വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും സമ്മാനിക്കുക എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് ശരി തന്നെയാണ്. എന്നാൽ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസവും തുടർന്നുള്ള ഒരു 4-5 അതല്ലെങ്കിൽ ഒരാഴ്ച ദിവസത്തോളം ഫുൾ ടൈം ഹാപ്പിയിലും സന്തോഷത്തിലുമായി ജീവിക്കുന്ന ആള് പെടുന്നനെ അയാൾക്ക് അയാളുടെ ഭാര്യയിൽ നിന്ന്, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നോ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ പല രൂപത്തിലായി സംഭവിക്കുകയാണ്. അതിലൂടെയാണ് പല ജീവിതങ്ങളിലും പല കുടുംബങ്ങളിലും പ്രയാസങ്ങളും പൊട്ടിത്തെറികളും ഉടലെടുക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കാതെ മുഴുവനായിട്ട് നമ്മൾ പൂർണ്ണ സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിൻ്റെ ടിപ്പുകളാണ് ഇന്ന് നാം പറഞ്ഞു തരുന്നത്. ഏറ്റവും പ്രധാനമായ 2 കണ്ടന്റുകൾ. ഒന്നാമത്തത്, സ്ത്രീ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ ജീവനാണ് ഭർത്താവ്. പൂർണ്ണമായിട്ടും സ്ത്രീയെ, ഭാര്യയെ കെയർ ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. എന്നാൽ പുരുഷൻ അഥവാ ഭർത്താവ് ആഗ്രഹിക്കുന്നത് അവരുടെ ഭാര്യയിൽ നിന്നുള്ള സപ്പോർട്ടാണ്, പൂർണ്ണമായ പിന്തുണയാണ് ഏത് പുരുഷനും ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിനും പൂർണ്ണമായി ഭർത്താവിനെ പിന്തുണച്ച് ഭർത്താവിൻ്റെ കൂടെ പൂർണ്ണമായി നിന്ന് സപ്പോർട്ട് ചെയ്താൽ ആ ഭർത്താവിനും ഏറെ സന്തോഷകരമാണ്. യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അയാൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിലൂടെ അയാളുടെ ബിസിനസ് മേഖലകളിൽ ഒരുപാട് ആളുകളെ അയാൾക്ക് കാണാനുണ്ട്. അയാളുടെ മറ്റു പ്രവർത്തന ഗോതകളിൽ അയാൾക്ക് ഒരുപാട് ആളുകളെ ഫേസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലുള്ള ഒരു ഭാഗമാണ് ഭാര്യ എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാമാണ്. ജീവിതത്തിൻ്റെ എല്ലാം ഭർത്താവ് മാത്രമാണ്.
ഈ രണ്ട് വിഷയങ്ങൾ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനാണ് എൻ്റെ ഭാര്യയുടെ എല്ലാം, ഞാനാണ് അവളുടെ പൂർണ്ണ ആശ്രയം എന്ന് മനസ്സിലാക്കി ഭാര്യ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം നാം നടത്തി കൊടുക്കുകയും, ഭർത്താവ് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് എന്ന ചിന്തയിലൂടെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകിയാൽ ആ ഭാര്യ എന്നും വിജയമായിരിക്കും സമ്മാനിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. 8 പോയിന്റുകളാണ് ഇന്ന് നാം പറയാൻ ആഗ്രഹിക്കുന്നത്. അധികം ലാഗിങ് ഇല്ലാതെ പെട്ടെന്ന് പറയുന്നു. ഒന്നാമത്തെ പോയിന്റ്, നാം ഭാര്യ ഭർത്താവിനെ യാത്രയക്കുമ്പോൾ ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് ആഗ്രഹമുണ്ട്, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്കും ആഗ്രഹമുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടമുള്ളവരാവാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഭർത്താവ് യാത്രയാകുന്ന സമയത്ത് ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ ഞാൻ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് യാത്ര പറയുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൂടെ നടന്ന് ഭർത്താവിനെ സന്തോഷകരമായ രൂപത്തിൽ യാത്ര അയക്കണം. മൊബൈൽ എടുത്തിട്ടില്ലേ, എല്ലാം എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച്, ചാവി എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഭർത്താവിനെ പൂർണ്ണ തൃപ്തിയോടുകൂടെ യാത്ര അയക്കാൻ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് തിരിച്ചു വന്നാൽ വളരെ സന്തോഷകരമായി പുഞ്ചിരിച്ച് ഭർത്താവിനെ സ്വീകരിച്ച്, ഭർത്താവ് ആവശ്യപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ ഭർത്താവിന് ആവശ്യമുള്ള നല്ല ചൂടുള്ള സമയമാണെങ്കിൽ തണുത്ത വെള്ളം കൊടുക്കുക, തണുപ്പ് പ്രയാസം ഇല്ലാത്തവർക്ക്. അതുപോലെ തന്നെ നല്ല തണുത്ത സന്ദർഭങ്ങളിൽ നല്ലൊരു ചൂടു ചായ കൊടുക്കുക, അല്ലെങ്കിൽ ചുടു കാപ്പി കൊടുക്കുക. ഇതൊക്കെ ഭർത്താവിന് സന്തോഷമുണ്ടാകുന്നതാണ്. ഭർത്താവിൻ്റെ സന്തോഷത്തിലൂടെ ഓട്ടോമാറ്റിക്കായി ഭാര്യയുടെ ജീവിതത്തിലും സന്തോഷം വരും, തീർച്ചയാണ്. രണ്ടാമത്തെ പോയിന്റ്, ഭാര്യയും ഭർത്താവും അധിക സമയവും എന്നല്ല എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഭാര്യ ഭർത്താവിനെ വെയിറ്റ് ചെയ്ത്, ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു സ്നേഹം ഓട്ടോമാറ്റിക്കായി വരാനുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമ്മെ പഠിപ്പിച്ചതുമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്, തൻ്റെ ഭാര്യ ആയിഷ ബീവിക്ക് വെള്ളം കുടിച്ച ഗ്ലാസ് അത് നബി തങ്ങൾ അതേ ഗ്ലാസ് കൊണ്ട് കുടിക്കുകയും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഏത് ഭാഗം കൊണ്ടോ ആണോ ഭക്ഷണം കഴിച്ചത്, വെള്ളം കുടിച്ചത്, അതേ ഭാഗം ചുണ്ടുവെച്ച് വെള്ളം കുടിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഇത് പരസ്പര സ്നേഹവും പരസ്പര ഇഷ്ടവും വർദ്ധിക്കാനുള്ള ഒരു ട്രിക്കാണ്. സൈക്കോളജിക്കലായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറ്റി കാണിച്ചു തന്നതാണ്. അപ്പോൾ നാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ കുടിച്ച വെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് നാം കുടിക്കുക, ഭർത്താവ് കുടിച്ച വെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് ഭാര്യ കുടിക്കുക. അത് തന്നെ അവർ ഏത് ഭാഗത്താണോ ചുണ്ടുവെച്ചത് ആ ഭാഗത്ത് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഏത് ഭാഗത്താണെന്ന് അറിയില്ലെങ്കിൽ എല്ലാ ഭാഗം കൊണ്ടും കുടിക്കണം. അങ്ങനെ പരസ്പരം മനപ്പൊരുത്തവും സ്നേഹവും നാം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യുക. ഭാര്യ ഭർത്താവിന് ഒന്ന് കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്കൊരു പിടി ചോറ് വായിലേക്ക് വെച്ചു കൊടുക്കുക. അതെല്ലാം പരസ്പരം ഇഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വല്ല പഴങ്ങളും ബേക്കറി ഫുഡ്സ് എല്ലാം കഴിക്കുമ്പോൾ ഒരാൾ കടിച്ചതിൻ്റെ മറുവശം മറ്റേ ഭാഗം തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അതൊക്കെ സ്നേഹങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത്. ഹദീസുകളിൽ കാണാം, ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മലായിക്കത്ത് പൊറുക്കലിനെ തേടുമെന്ന്. നാം ഇസ്തിഗ്ഫാർ ചൊല്ലാനും അള്ളാഹുവിനോട് പാപമോചനം തേടാനും നമുക്ക് തിരക്കുകൾക്കിടയിൽ സമയം കിട്ടാറില്ല. പക്ഷേ ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മാലാകമാരാകുന്ന മലായിക്കത്ത് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ ആഖിറ വിജയത്തിനും കാരണമാകും. മലായിക്കത്തുകളുടെ പാപമോചനം തേടൽ. മൂന്നാമത്തെ പോയിന്റ്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാവണം. ഒരാൾ മറ്റൊരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കണം. പേര് വിളിക്കരുത്. അതുപോലെ തന്നെ പണ്ടൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പല രൂപത്തിലാണ് വിളിച്ചിരുന്നത്. അതുപോലെ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായി പരസ്പര പൊരുത്തവും പരസ്പര ഇഷ്ടവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം, എല്ലാ കാര്യത്തിനും റെസ്പെക്റ്റ് ചെയ്യണം. മാത്രമല്ല അത് നമ്മുടെ മക്കൾ വളർന്നു വന്ന് നമ്മുടെ മക്കൾ നല്ല ബഹുമാനമുള്ളവരും നല്ല സ്നേഹമുള്ളവരും നല്ല പക്വതയുള്ളവരുമായി മാറാൻ അത് കാരണമാവുകയും ചെയ്യും. 4ാമത്തെ പോയിന്റ്, നാം എല്ലാവരും പരസ്പരം ഇഷ്ടം വെക്കുന്നവരാണ്. ഭാര്യ ഭർത്താവിനെ ഇഷ്ടം വെക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഇഷ്ടം വെക്കുന്നു. പക്ഷേ അത് പല ആളുകളും പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറില്ല. എന്നാൽ പരസ്പരം ഇഷ്ടമില്ലാത്ത ആളുകൾ ഇഷ്ടം പ്രകടിപ്പിച്ച് പലതും നേടിയെടുക്കുന്നു. പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വരെ ഇഷ്ടം അഭിനയിച്ചുകൊണ്ടും ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ ഇഷ്ടം ഉണ്ടാവുകയില്ല, എന്നാലും ഇഷ്ടം പ്രകടിപ്പിച്ച് പല ആളുകളും പലതും നേടുമ്പോൾ യഥാർത്ഥത്തിൽ പരസ്പരം ഇഷ്ടം വെക്കേണ്ട, പരസ്പരം സ്നേഹിക്കേണ്ട ഭാര്യയും ഭർത്താവും പ്രകടിപ്പിക്കാതെ, ആ സ്നേഹം പ്രകടിപ്പിക്കാതെ അവർ ജീവിതം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോയിസ് കേൾക്കുന്നതിലൂടെ, ഈ ഒരു വീഡിയോ കേൾക്കുന്നതിലൂടെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം ഇഷ്ടം പ്രകടിപ്പിക്കണം. പല സമയത്തും ഇനി ചിലപ്പോൾ ഈ ഒരു നിമിഷം മുതൽ നാം മാറുന്നത് കൊണ്ട് ഭർത്താവ് ചോദിക്കും, എന്താണ് നിനക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നല്ലോ? ചോദിക്കട്ടെ, അവർ ചോദിക്കണം. അത് നാം നമ്മുടെ സ്വഭാവം മാറ്റാതെ നാം പൂർണ്ണമായി അവരെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഭർത്താവിനെ പൂർണ്ണ തൃപ്തിയിലായിട്ട് നാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഭർത്താവിനൊരു വിഷമവും വരാതെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ ഭാര്യയെ ഭർത്താവിനിക്കും പൂർണ്ണമായി ഇഷ്ടമുണ്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ നാം അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. 5ാമത്തെ പോയിന്റ്, വിട്ടുവീഴ്ച മനോഭാവം. തെറ്റുകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ പല രൂപത്തിലാവാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെയുള്ള തെറ്റുകൾ സമയത്തിന് ഭക്ഷണം കൊടുക്കാത്തത് വിഷയമാകും. അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചെറിയൊരു ഉപ്പിൻ്റെ കുറവ് ചില വീടുകളിൽ, ചില ദാമ്പത്യങ്ങളിൽ പ്രശ്നമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെയുള്ള വളർത്തുമൃഗങ്ങൾ, ആട്, മാട്, പ്രാക്കൾ, അതല്ലെങ്കിൽ പക്ഷികൾ, കോഴികൾ പോലത്തെ സാധനങ്ങൾ തുറന്നു വിട്ടില്ല, അതല്ലെങ്കിൽ അവരെ നോക്കിയില്ല, അതല്ലെങ്കിൽ ടാങ്ക് നിറഞ്ഞു വെള്ളം പായായി പോയി എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്കാണ് പല ദാമ്പത്യങ്ങളിലും ദിവസങ്ങളോളം മാസങ്ങളോളം തെറ്റി നടക്കാറുള്ളത്. നാം അവിടെ ചിന്തിക്കേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു തെറ്റുകൾ ഒരിക്കലും ഒരു പ്രശ്നത്തിലേക്കോ ഒരു ബുദ്ധിമുട്ടിലേക്കോ ദാമ്പത്യത്തിൻ്റെ പ്രയാസങ്ങളിലേക്കോ എത്തുകയില്ല. പരസ്പരം വിട്ടുവീഴ്ച നിർബന്ധമാണ് ദാമ്പത്യ ജീവിതത്തിൽ. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വരെ അള്ളാഹു പുറത്തു തരുന്നവനാണ്. 99 ആളെ വധിച്ച് ശേഷം തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും വധിച്ച് 100 പേരെ കൊന്ന ആൾക്ക് അള്ളാഹു തൗബ കൊടുത്തിട്ടുണ്ട്, പുറത്തു കൊടുത്തിട്ടുണ്ട്, അഥവാ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലൂടെ നാം വിട്ടുവീഴ്ച ചെയ്യാൻ എത്രയോ മുന്നിൽ നിൽക്കേണ്ടവരാണ്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് പ്രയാസങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം. ഈ ഒരു നിമിഷം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പരസ്പരം ഭാര്യയും ഭർത്താവും പൂർണ്ണമായി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ ഈ ദിവസം മുതൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകും, തീർച്ച. പല ആളുകൾക്കും പറയാനുണ്ടാകും, ഇതൊക്കെ ഞങ്ങൾ കുറെ പറ്റിയതാണ്, ഇതൊക്കെ ഞങ്ങൾ കുറെ നോക്കിയതാണ്, ഇതൊന്നും വിജയിക്കില്ല ഉസ്താദെ. ഇത് പ്രാക്ടിക്കലായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇത് തുടർന്ന് പോയാൽ, ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഭർത്താവ് കളിയാക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും. പക്ഷേ അതൊന്നും വകവെക്കാതെ തുടർന്നു പോയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകും. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പല ആളുകളും ദാമ്പത്യ ജീവിതം സന്തോഷകരമാവാൻ വേണ്ടി ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് അവർ പരസ്യമായി പല ഷെയർ ചെയ്യലുകളും നടത്തും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെ നാം പ്രധാനമായും ശ്രദ്ധിക്കണം, കണ്ണേറ് തട്ടുന്നത് നാം നോക്കണം. കാരണം പല ആളുകൾക്കും അത് അത്ര ഇഷ്ടം വെക്കുകയില്ല. നമ്മുടെ വീടുകളിലുള്ളവർക്ക് അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർ നാവ് പറയും, ചിലപ്പോൾ കണ്ണേറ് പറ്റും. അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രഹസ്യമായിട്ട് നാം നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം ഇഷ്ടം വെക്കണം, സ്നേഹിക്കണം. 6ാമത്തെ പോയിന്റ്, ഇസ്ലാമിക അറിവുള്ളവരായി മാറണം. ദീനീപരമായിട്ടുള്ള വിജ്ഞാനം ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാകുന്നതിലൂടെയും പരസ്പരം ഇഷ്ടവും സ്നേഹവും മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോയിന്റുകളെല്ലാം ഇസ്ലാമികമാണ്. ഇതുപോലെ തന്നെ പല ക്ലാസ്സുകളും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകും. മഹല്ലിലെ ഉസ്താദ് ക്ലാസ് എടുക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാർ, അതല്ലെങ്കിൽ മറ്റു
പല ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കുന്നവരാകും. അത്തരം ക്ലാസ്സുകൾ നാം പല സമയങ്ങളിലായിട്ട് ഇസ്ലാമിക ക്ലാസ്സുകൾ ദാമ്പത്യ ജീവിതത്തിൻ്റെതാണെങ്കിലും മറ്റു കർമ്മങ്ങളുടേത്, നിസ്കാരം, നോമ്പ് പോലത്തെ കർമ്മങ്ങളുടേതാണെങ്കിലും മുഴുവൻ ഇസ്ലാമിക വിജ്ഞാനം ഉണ്ടാകുന്നതിലൂടെ പരസ്പരം റെസ്പെക്റ്റും പരസ്പരം ബഹുമാനവും എല്ലാം അറിയാതെ വളർന്നുകൊണ്ടേയിരിക്കും. 7ാമത്തെ പോയിന്റ്, ആവശ്യമുള്ളത് നാം ഭാര്യയ്ക്ക് കൊടുക്കണം. അധികം ദൂർത്തില്ലാതെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ നല്ല ഭക്ഷണം വെച്ച് കൊടുക്കണം, മാംസാഹാരങ്ങൾ ഇടക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പുറം ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇടക്ക് നാം മറയുള്ള ഹോട്ടലുകളിലെല്ലാം കയറി നാം ഭക്ഷണം കഴിച്ച് അവരെ ഫുൾ ഹാപ്പിയാക്കാൻ ശ്രമിക്കണം. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഭർത്താവിന് സാധിച്ചാൽ ആ ദാമ്പത്യ ജീവിതവും വിജയകരമായിരിക്കും. മറ്റൊരു പോയിന്റ്, 8ാമത്തെ അവസാനത്തെ പോയിന്റ്, ഭാര്യയുടെ കുടുംബക്കാരെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഭാര്യയും റെസ്പെക്റ്റ് ചെയ്യുന്നതിലൂടെയും ദാമ്പത്യ ജീവിതം വിജയകരമാകും. ഭാര്യയുടെ ഉമ്മയെയും ഉപ്പയെയും കുടുംബക്കാരെയും ഭർത്താവ് എന്നും റെസ്പെക്റ്റ് ചെയ്യണം. ഭാര്യയുടെ ഉമ്മ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തും ഉപ്പ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്തുമായിട്ട് കണ്ടാൽ അത് അമ്മായിമ്മ എന്ന ആ ഓമനപ്പേര് മാറ്റി ഉമ്മ എന്ന രൂപത്തിലേക്ക് നാം കാണുന്നതിലൂടെ നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചു. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിൻ്റെ ഉമ്മയെ അമ്മായിമ്മയായി കാണാതെ, ഭർത്താവിൻ്റെ പെങ്ങന്മാരെ നാത്തൂനായി കാണാതെ, സ്വന്തം പെങ്ങളെപ്പോലെയും സ്വന്തം അനിയത്തി ജ്യേഷ്ഠത്തി എന്ന രൂപത്തിലും അമ്മായിമ്മയെ സ്വന്തം ഉമ്മയായിട്ടും കണ്ടാൽ അന്നു മുതൽ ദാമ്പത്യ ജീവിതം വിജയകരമായി. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ത്യാഗങ്ങളുണ്ട്. നാം നമ്മുടെ ഉമ്മയല്ലാത്ത ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണുമ്പോൾ അതിന് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. അതൊന്നും വകവെക്കാതെ നാം ആ റെസ്പെക്റ്റിൽ ആ ഉമ്മയെ ബഹുമാനിച്ച് ആ ഉമ്മയെ സ്നേഹിച്ച് ലാളിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് പൂർണ്ണമായി ആ ഉമ്മയുടെ തൃപ്തിക്ക് വേണ്ടി നാം ജീവിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിപ്പിക്കട്ടെ. ഭാര്യാഭർത്താക്കന്മാരുടെ ഇഷ്ടം അധികരിപ്പിക്കാൻ ഉള്ള ദിക്റുകൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ, യാ വദൂദു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ്, അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ നിന്ന് യാ വദൂദ് എന്ന ഇസ്മ് അധികമായിട്ട് പരമാവധി എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. യാ വദൂദ് എന്ന അള്ളാഹുവിൻ്റെ പേരുകൾ നാം പരമാവധി ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് പരസ്പരം ഇഷ്ടം വർദ്ധിക്കാൻ കാരണമാകും. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 11 തവണ, അതല്ലെങ്കിൽ ഒരു 33 തവണ ഒരു കറക്റ്റ് എണ്ണം വെച്ച്, അതല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് ശേഷവും ഒരു 10 തവണ എന്നൊരു കറക്റ്റായ കണക്ക് വെച്ച് നാം അത് ചൊല്ലിയാൽ അത് നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാക്കാം. സന്തോഷമുള്ളവർക്ക് അത് വർദ്ധിപ്പിക്കാനും സാധിക്കും. അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ അലം നശ്റഹ് ലക സ്വദ്റക് എന്ന സൂറത്ത് 70 തവണ ഓതിയാൽ അതും സ്നേഹം വർദ്ധിക്കാൻ, ദാമ്പത്യ ജീവിതം വിജയിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ സൂറത്തു മറിയമിലെ 96ാമത്തെ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെയും ആ 96ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 11 ദിവസം വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതി 11 ദിവസം കുടിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഭാര്യയും ഭർത്താവും കുടിക്കണം. ഭാര്യ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുന്ന ചായയിൽ അങ്ങനെ മന്ത്രിച്ചോതിയാലും മതി. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന വെള്ളങ്ങളിൽ മന്ത്രിച്ചോതിയാലും മതി. അള്ളാഹു എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും സന്തോഷവും അനുകമ്പയും ദാമ്പത്യ വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നീട് പുകവലിയെ കുറിച്ചൊക്കെ പല ആളുകളും പറയാറുണ്ട്, ഭർത്താവിന് പുകവലിയാണ്, അത് ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ല, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ പുകവലി പ്രയാസകരമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കണം. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്തണം. ഈ ഇൽമുകൾ നിങ്ങൾ പരസ്പരം ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.